എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേവയാനി ആരതി ഒഴിയും അങ്ങനെ പൂജയൊക്കെ ചെയ്യുന്ന കാണുമ്പം ഇത് കണ്ടുകൊണ്ട് മാറി നിൽക്കുമായിരുന്നുള്ള കനകയ്ക്ക് ഭയങ്കര സംശയം. അതുകൊണ്ട് തന്നെ കനക താഴെ ഇറങ്ങി വന്ന് പൂജാരിയോട് ചോദിക്കുന്നുണ്ട്, ദേവയാനി എന്താ ചെയ്തത്? ഇനിയിപ്പം എൻ്റെ മോളെ കൊണ്ടുവന്ന് വല്ല നേർച്ചയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തതാണോ? എനിക്കത് കണ്ടപ്പോൾ ഒരു പേടി എന്ന് പറയുക. നേരം തിരുമേനി ചോദിക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ടാണോ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല, മനസ്സിലൊരു പേടി ഉള്ളതുകൊണ്ട് ചോദിച്ചതായെന്ന് പറയും. നേരം പൂജാരി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ രണ്ടുപേരും നല്ല കൂട്ടാണ്. അമ്മായിമ്മയ്ക്ക് അമ്മായിമ്മയുടെ തെറ്റ് മനസ്സിലായി. അതുകൊണ്ട് ഇനി എന്നും രണ്ടുപേരും കൂട്ടായി തന്നെ മുന്നോട്ട് പോയിക്കോളുമെന്ന് പൂജാരി പറയുമ്പം ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കനകയ്ക്ക്. അത് കഴിഞ്ഞ് കനക ഇവർ പോന്നു കഴിയുമ്പം പുറകെ ഒരു ഓട്ടോയായിട്ട് പോരുന്നുണ്ട്. ഇടയ്ക്ക് വണ്ടി നിർത്തി മുല്ലപ്പൂവൊക്കെ മേടിച്ച് നയനയുടെ തലയിൽ കുത്തി കൊടുക്കുന്ന ദേവയാനിയൊക്കെ കനക കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് കനകയ്ക്ക്. കനകയെ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഏതായാലും ആദ്യത്തെ ശമ്പളം അമ്മയ്ക്ക് കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞത് ദേവയാനി. അതുകൊണ്ട് തന്നെ നയനയും വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഈ ശമ്പളം കൊടുത്തു കഴിയുമ്പം കനക ഒത്തിരി സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട്, മോൾ ഈ ശമ്പളം എൻ്റെ കയ്യിലല്ല തരേണ്ടത്, മോളുടെ അമ്മായിമ്മയുടെ കയ്യിലാണ് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് നയനയ്ക്ക്. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് നയന തിരിച്ചു വരുന്നു. എന്നിട്ട് ദേവയാനി നയനയും കൂടെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, നവ്യയുടെ ടേസ്റ്റൊക്കെ മോൾക്കല്ലേ അറിയാവുള്ളൂ, അതുകൊണ്ട് നല്ല ഡ്രസ്സ് തന്നെ 7ാം മാസം കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങുണ്ടല്ലോ, അതിനുവേണ്ടി നല്ലൊരു ഡ്രസ്സ് തന്നെ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരോട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നവ്യ എഴുന്നേറ്റ് ബാക്കിലോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടെ രേവതിയും വേണുവും നമ്മുടെ അനാമികയും ഒക്കെ നിൽപ്പുണ്ട്. ഇവരെ കണ്ട് ഞെട്ടി നിൽക്കുവാണ് നയന. അതുപോലെ തന്നെ സംസാരിക്കുന്നതിനിടയ്ക്ക് അനാമിക നയനയും കാണുന്നുണ്ട്. പെട്ടെന്ന് അനാമിക രേവതിയെ വിളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.